അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രപതി ഇത്രയേറെ നാണം കെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒമാനും ഇറാനും തമ്മിൽ ഒരു സന്ധിയിൽ എത്തിച്ചേരുകയാണ്. അതായത് ഒരു ഉടമ്പടിയിലേക്ക് എത്തുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിലൂടെ വടക്കോട്ടും തിരിച്ചും കപ്പൽ ഗതാഗതം നടത്തുമ്പോൾ ഇറാന്റെ തീരത്തൂടെ പോകുന്ന കപ്പൽ, അതുപോലെ തന്നെ ഒമാന്റെ തീരത്തൂടെ പോകുന്ന കപ്പൽ, ഇത് രണ്ട് കപ്പലുകളുടെയും ചുങ്കം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു നിശ്ചിത ടോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ് അവർ ഒടുവിൽ എത്തിച്ചേരാൻ പോകുന്നത്. ഇവിടെ ഒമാനുമായി അമേരിക്ക ചർച്ച നടത്തി ഇറാനുമായി ഒരു നെഗോസിയേഷൻ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും നൈസായിട്ടൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിസങ്കീർണമാണ് സാഹചര്യം. അമേരിക്കയുടെ ആയുധം കച്ചവടം, അതായത് ആയുധ കച്ചവടം എന്നത് പറയുന്നത് അമേരിക്കയ്ക്ക് ഏറ്റവും റവന്യൂ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് ഇറാനിലേക്ക് ആയുധങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് അടിച്ചു തീർത്താൽ അമേരിക്കയുടെ ശേഖരം കുറഞ്ഞു വരും. എന്നാൽ കാര്യമായി ഇറാനിൽ നിന്നും കൊള്ളയടിക്കാൻ പറ്റുന്നുമില്ല. അതായത് വെനസ്വേലൻ പ്രസിഡന്റിനെയോ ഭരണാധികാരികളെയോ തട്ടിക്കൊണ്ടുപോയി വെനസ്വേലയെ പേടിപ്പിക്കുന്നത് പോലെ ഇറാനോട് ആ കളി നടക്കില്ല എന്ന് ട്രംപിന് നേരത്തെ മനസ്സിലായതാണ്. അതായത് ട്രംപ് വിചാരിച്ചിരുന്നത് 2-3 ഡയലോഗ് അടിക്കുമ്പോൾ ഇറാന്റെ ഭരണാധികാരികൾ മുഴുവൻ മുട്ടുകുത്തുകയും അവർ ക്ഷമയുമായി മുന്നോട്ട് വരികയും, എന്താണ് ഇദ്ദേഹം വിഭാവന ചെയ്തത്, മനസ്സിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമാണ്. അമേരിക്കയെ പഴയതുപോലെ ആരും ഇപ്പോൾ ഭയക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ട്രംപിനെ ഒരിക്കലും വാക്കിന് വിലയില്ലാത്തവൻ എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. നോക്കൂ, ഏറ്റവും ഒടുവിൽ നേറ്റോ രാജ്യങ്ങളുടെ ഒരു ചർച്ച ഉണ്ടായപ്പോൾ പോലും അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അമേരിക്ക അഭിസംബോധന ചെയ്യുന്ന രീതികളെ നേറ്റോ രാജ്യങ്ങൾ പോലും അതത്ര സ്വീകാര്യമായി എടുത്തില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ പ്രശ്നങ്ങൾ പതിവിലും മികവാർന്ന രീതിയിൽ അത് പരിഹരിക്കപ്പെടാൻ ഇറാൻ തന്നെ മുൻകൈ എടുക്കുകയാണ്. GCC രാജ്യങ്ങൾക്ക് അമേരിക്കയോട് പഴയതുപോലുള്ള മതിപ്പില്ല. അവരെ സംരക്ഷിക്കാനോ അവരുടെ താല്പര്യങ്ങൾ അംഗീകരിക്കാനോ അമേരിക്ക തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അവർ ഒടുവിൽ ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്ന രീതിയാണ്. നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം GCC രാജ്യങ്ങളുടെ സപ്പോർട്ട് നേരിട്ടോ അല്ലാതെയോ ലഭിച്ചാൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയും. നോക്കൂ, 42ഓളം പ്രവിശ്യകൾ ഇറാനിലുണ്ട്. അവിടെ എല്ലാം പ്രവിശ്യയിൽ സൈനിക മേധാവികൾ, അതല്ലെങ്കിൽ പ്രവിശ്യയുടെ തലവന്മാർ ഒക്കെയുണ്ട്. അതിൽ പലരെയും ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ അവർ ഇപ്പോൾ രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അവർ മരണത്തെ ഭയക്കുന്നില്ല. അതിനി ഇറാനിലെ ഇപ്പോഴത്തെ മൊജ്തബ ഖമീനി അടക്കം ആരുടെ പേരെടുത്താലും അവർക്ക് ആർക്കും മരണത്തെ ഭയമില്ല. അവരെല്ലാം മുഖാമുഖം കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വാക്കോ അമേരിക്കയുടെ പ്രസ്താവനകളെയോ അവർ ചെവി കൊള്ളുന്നില്ല. ഇസ്രയേലിന്റെ പ്രസ്താവനകളെ പോലും അവർ പ്രാധാന്യത്തോടു കൂടി കാണും. ഇസ്രയേൽ ഏതൊക്കെ രീതിയിലാണ് നീങ്ങുന്നത് എന്ന് സസൂക്ഷ്മം അവർ വീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയെ തെല്ലും അവർ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സാഹചര്യം. ഇറാൻ ഏറ്റവും മികവാർന്ന രീതിയിൽ ഒമാനോട് നെഗോസിയേഷൻ നടത്തിയിരിക്കുന്നു. ഒമാനുമായുള്ള ചർച്ച വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇറാൻ സമാനതകളില്ലാത്ത രീതിയിൽ നടത്തിയ ചെറുത്തുനിൽപ്പ്, അമേരിക്കയുടെ കണക്കൂട്ടലുകൾ, ആയുധപ്പുര കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം.